ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് പൂട്ടിക്കുമെന്ന ഭീഷണിയുമായി CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്ത വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് CV വർഗീസ് ഭീഷണിപ്പെടുത്തിയത്. പ്രശ്നപരിഹാരത്തിനായി കളക്ടറേറ്റിൽ വിളിച്ച യോഗം CV വർഗീസ് പാർട്ടി ഓഫീസിലേക്ക് മാറ്റിവെപ്പിച്ചു. ജില്ലാ കളക്ടറുടെ അഭാവത്തിലാണ് മാറ്റിയതെന്നാണ് വിശദീകരണം. ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ 16-ാം തീയതിയാണ് ഇടുക്കി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധം ആരംഭിച്ചത്. പിന്നാലെ 18-ാം തീയതി കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് തുടർ തീരുമാനങ്ങൾ എടുക്കാമെന്ന് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അറിയിപ്പും ലഭിച്ചു. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ CV വർഗീസ് ഈ യോഗം അട്ടിമറിച്ചെന്നാണ് രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരാതി. കളക്ടറേറ്റിൽ നിശ്ചയിച്ചിരുന്ന യോഗം 18-ാം തീയതി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാറ്റി. ഇവിടെ വെച്ച് CPM ജില്ലാ സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. യോഗത്തിൽ അദ്ദേഹം കുട്ടികളോട് വഞ്ചിക്കവലയിലുള്ള ഹോളി ഫാമിലി ഹോസ്പിറ്റലിന്റെ ബിൽഡിംഗ് പെൺകുട്ടികൾക്ക് താമസ സൗകര്യത്തിനായി ഒരുക്കിയിട്ടുണ്ട് എന്ന് അറിയിച്ചു. കുട്ടികൾ അതിന് മറുപടി നൽകിയത് ഗവൺമെന്റ് ഹോസ്റ്റലുകളിൽ കൊടുക്കുന്ന ഫീസ് ഇനി ഞങ്ങൾക്ക് നൽകാനാകുകയുള്ളെന്നും ഞങ്ങളുടെ ഭക്ഷണ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിച്ചതിന് പ്രകാരം ഇനി PTA മെസ് ഏറ്റെടുത്ത് നടത്താനുള്ള അനുവാദം തരണമെന്നുമാണ് അറിയിച്ചത്. അദ്ദേഹം അപ്പോൾ ഷൗട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഞങ്ങളുടെ സർക്കാരിന് ഇടുക്കിയിൽ ഒരു നഴ്സിംഗ് കോളേജ് കൊണ്ടുവരാൻ അറിയാമെങ്കിൽ, ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ കുട്ടികൾ തയ്യാറായില്ല എങ്കിൽ നഴ്സിംഗ് കോളേജ് തന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് അങ്ങ് തുടച്ചെറിയുമെന്നാണ് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞത്. ഇതിനിടെ നഴ്സിംഗ് കോളേജ് പൊട്ടിക്കാൻ CV വർഗീസിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുവെന്ന ആരോപണവുമായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് രംഗത്തെത്തി. ഈ നഴ്സിംഗ് കോളേജ് പൊട്ടിക്കാൻ രാഷ്ട്രീയപരമായ ചില തീരുമാനം CV വർഗീസിനുണ്ട്. ഞാൻ ഏതായാലും ആ ഒരു ഇതിൽ കിടക്കും. പക്ഷെ എന്നാൽ പോലും അതിന്റെ പിന്നിലുള്ള കാര്യം എന്തെന്നുള്ളത് പറയാവുന്ന അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ആളുകൾക്ക് എല്ലാവർക്കും ചില സംശയങ്ങളുണ്ട്. ഈ നഴ്സിംഗ് കോളേജ് ഗുണം പിടിക്കരുതെന്നും ഇനി അതല്ലെങ്കിൽ ഈ മെഡിക്കൽ കോളേജ് ഗുണം പിടിക്കരുതെന്നും ഒക്കെയുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ ഇടുക്കി ജില്ലയിലെ CPM-നും CPM ജില്ലാ സെക്രട്ടറിക്കും ഉണ്ട്. ആ തരത്തിൽ ഇവിടെ ഈ നഴ്സിംഗ് കോളേജ് തന്നെ പൂട്ടിച്ചു കളയുമെന്നുള്ള ഭീഷണി അദ്ദേഹം മുഴക്കുന്നു. കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തന്നെ വന്ന് കാണുകയായിരുന്നുവെന്നും കമ്മിറ്റി ചേർന്നിട്ടില്ലെന്നുമാണ് CV വർഗീസ് പറയുന്നത്. ചില PTA അംഗങ്ങൾ കോളേജ് പൂട്ടിക്കാൻ ഗൂഢശ്രമം നടത്തുന്നുവെന്നും CV വർഗീസ് ആരോപിക്കുന്നു. ഞാനിവിടെ ഒരു യോഗം വിളിച്ചിട്ടില്ല. പ്രിൻസിപ്പളും PTA പ്രസിഡന്റും ഏതാനും വിദ്യാർത്ഥികളോട് കൂടി എന്നോട് ആഫീസിൽ വന്ന് കാണാൻ സമയം ചോദിച്ചു. ഞാൻ ആഫീസ് സമയം കൊടുത്ത് ഇവിടെ വന്ന് എന്നെ കണ്ടു. ഏതാനും PTA ആളുകൾ ഈ കോളേജ് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ കോളേജ് ശരിയാകുകയില്ല എന്ന് പ്രവർത്തനം നടത്തുന്ന ചില ആളുകളുണ്ട്. അവരുടെ കൂടി നടത്തിയ നിഗൂഢമായൊരു നീക്കമുണ്ട്. ആ നീക്കത്തെ അറിഞ്ഞുകൊണ്ടാണ് റോഷി അഗസ്റ്റിനും ഈ സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞത്. പാർട്ടി ആഫീസിൽ വിളിച്ചു വരുത്തിയ ഒരു കമ്മിറ്റി കൂടാനുള്ള വലിയ വിവരക്കേടൊന്നും എനിക്കിപ്പോൾ ഇല്ല. എന്നെ കാണാൻ വന്നു, കണ്ടവരോട് എല്ലാം സംസാരിച്ച് ഒരു ദിവസം വരുന്നു അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി വിട്ടതാണ്. വഞ്ചിക്കവലിലെ സ്വകാര്യ ഹോസ്റ്റൽ കെട്ടിടം വേണ്ടെന്ന നിലപാടിലാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഇപ്പോഴുള്ളത്. സർക്കാർ നിശ്ചയിച്ച ഫീസ് നൽകി മാത്രമേ ഇനി പഠനം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. മുമ്പ് വാഗ്ദാനം ചെയ്തിരുന്ന പൈനാവിലെ ഹോസ്റ്റൽ കെട്ടിടം വിട്ടുകിട്ടണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. ജനം, ഇടുക്കി.